റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ. ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ്. സോ നമുക്ക് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടൊരു ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഹൗ മെനി 5-digit telephone number can be constructed using the digits 0 to 9 if each number starts with 67 and no digit appears more than once? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്കൊരു 5-digit ടെലിഫോൺ നമ്പറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ് ഏതൊക്കെയാണ്? 0 to 9. അതായത് 0, 1, 2, 3 അങ്ങനെ 9 വരെയുള്ള ഡിജിറ്റിനകത്ത് നമുക്ക് ഏത് ഡിജിറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എല്ലാ ഫോൺ നമ്പേഴ്സും 67ലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ഉം 7ഉം കഴിഞ്ഞ് ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഇവർ പറഞ്ഞിട്ടുണ്ട് നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഒരു ഡിജിറ്റ് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര ടെലിഫോൺ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം 0 to 9 ഡിജിറ്റ്സ് ഉണ്ടല്ലോ. എത്ര എണ്ണം ഉണ്ട്? 0 തൊട്ട് 9 വരെ നമുക്കറിയാം 10 ഡിജിറ്റ്സ് ഉണ്ട്. ഓക്കെ, 10 ഡിജിറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത്. ഇനി 67 ആയിരിക്കണം എല്ലാ ഫോൺ നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഫോൺ നമ്പറിനെ ഞാനിപ്പോൾ ABCDE, അതായത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ്, ബി സെക്കൻഡ് ഡിജിറ്റ്, അങ്ങനെ അതിൽ AB എന്ന് പറഞ്ഞ പൊസിഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? 6, 7 ആയിരിക്കണം. ബാക്കി ഏതൊക്കെയാണുള്ളത്? CDE. ഓക്കെ, സോ 67 ആണ് CDE. ഈ 3 പൊസിഷനിലായിരിക്കും നമുക്കിനി എന്ത് ചെയ്യേണ്ടത്? ഡിജിറ്റുകൾ അറേഞ്ച് ചെയ്ത് ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സിയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും ഇനി വന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഡിജിറ്റ്സ് എത്രയുണ്ടായിരിക്കും? ഈ പറയുന്ന 10 ഡിജിറ്റ് ആയിരിക്കുമോ? ഒരിക്കലും അല്ല. കാരണം എന്താ? ഈ 10 ഡിജിറ്റ്സിനകത്തുള്ള 6ഉം 7ഉം ഓൾറെഡി നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 6ഉം 7ഉം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ സിയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും ഇനി 10 ഡിജിറ്റ്സിന് 2 ഡിജിറ്റ് പോയി കഴിഞ്ഞ് ബാക്കി 8 ഡിജിറ്റ്സേ ഉള്ളൂ. മനസ്സിലായോ? അത് ഏതൊക്കെയാ? 0, 1, 2, 3, 4, 5, 6ഉം 7ഉം ഇല്ല, ദെൻ 8, 9. അങ്ങനെ ഈ 8 ഡിജിറ്റ്സ് ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എന്ത് വരിക? നമ്മുടെ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ വന്നിരിക്കാൻ പോകുന്നത്. സോ എത്ര വേസിൽ നമുക്ക് എടുക്കാം? നമുക്ക് ഒന്നുകിൽ 0 ഇവിടെ പ്ലേസ് ചെയ്യാം, 1 പ്ലേസ് ചെയ്യാം, 2 പ്ലേസ് ചെയ്യാം, അങ്ങനെ 8, 9 വരെയുള്ളതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എത്ര വേസിൽ? 8 വേസിൽ. കാരണം എന്താ? 8 ഡിജിറ്റ്സ് ഉണ്ടല്ലോ, 8 രീതിയിൽ. സോ നമുക്ക് സി എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് 8 വേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഡിയിൽ, നമ്മൾ സിയിൽ ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം പ്ലേസ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കാം. ഇനി നമുക്ക് ഡി എന്ന് പറഞ്ഞ പൊസിഷനിൽ വെക്കാനുള്ള ഡിജിറ്റ്സ് ആണ് നോക്കുക. നോക്കിയേ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ഡിജിറ്റ്സേ ഉള്ളൂ? 7 ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ. 7 ഡിജിറ്റ്സ്. അത് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യുക. സോ ഈ 7 ഡിജിറ്റ്സ് നമുക്ക് ഡി എന്ന പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് എത്ര വേസ് ഉണ്ട്? 7 വേസ് ഉണ്ട്. സോ 8 × 7 ആയി കഴിഞ്ഞു. ഇനി ഇ എന്ന് പറയുന്ന പൊസിഷനാണ് വേണ്ടത്. ഈ 7 ഡിജിറ്റ്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇ എന്ന പൊസിഷനിലേക്ക് എത്ര ഡിജിറ്റേ ഉള്ളൂ ബാക്കി? ദാറ്റ് ഈസ് 6 ഡിജിറ്റ്. സോ ഈ 6 ഡിജിറ്റിനെ നമുക്ക് 6 വേസിൽ നമുക്ക് ഇ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ 8 × 7 × 6 ഇതായിരിക്കും നമ്മുടെ ആൻസർ. 8 × 7 56, 56 × 6 ദാറ്റ് ഈസ് 336 വേസ്. ഓക്കെ, അപ്പോൾ 67 സ്റ്റാർട്ട് ചെയ്യുന്ന 336 ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റിലുള്ള ഫോൺ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ
വളരെ ഈസിയാണ്. പക്ഷേ ഈ പെർമ്യൂട്ടേഷൻ ആണെന്ന് അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണെന്ന് കാണുമ്പോഴേ കുറേ കുട്ടികൾ അതങ്ങ് സ്കിപ്പ് ചെയ്യാറാ പതിവ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് വീഡിയോസ് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. കുറേ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് സെറ്റും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.